ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഇന്ന് അത്തപ്പൂക്കളമാണ്. അപ്പോൾ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് അത്തപ്പൂക്കളം. എല്ലാ വർഷവും വിചാരിക്കും വരണമെന്ന് കാണണമെന്ന്. പക്ഷേ എല്ലാ വർഷവും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റാറില്ല. അപ്പോൾ ഈ വർഷം എന്തായാലും ഒന്ന് കാണണം എന്നുള്ള രീതിയിൽ ഞാൻ വന്നേക്കാണ്. അപ്പോൾ നമുക്ക് ആ അത്തപ്പൂക്കളത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. നമ്മളിപ്പോൾ ഒരു 7:30 സമയത്താണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ സമയത്ത് വന്നപ്പോൾ ഇവിടെ ഓരോരോ കച്ചവടങ്ങളൊക്കെ തുറന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഇവർ ഓരോരോ സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തൃക്കേക്കരപ്പനും അതേപോലെ ചട്ടിയും കലവും അങ്ങനെയുള്ള കച്ചവടങ്ങളൊക്കെയാണ് ഇവിടെ ഇപ്പോൾ കൂടുതൽ നടക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ വശത്തൊക്കെ ഓരോരുത്തരും ഇതേപോലെയൊക്കെ വരും. ഇനിയിപ്പോൾ ഓണത്തിൻ്റേതായ തകൃതി പിടിച്ചുള്ള കച്ചവടങ്ങളായിരിക്കുള്ളൂ ഇവിടെ. പൂക്കളും അതേപോലെ തൃക്കേക്കരപ്പനും മൂലക്കളങ്ങളും അങ്ങനെയുള്ള കച്ചവടങ്ങളൊക്കെ ആയിരിക്കും ഇനി കൂടുതലും നടക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് വന്നിട്ട് ഇത് കണ്ട ഇവിടെ ഇപ്പോൾ പൂക്കളമിട്ട് തുടങ്ങിയിട്ടുണ്ടെന്നല്ല കേട്ടോ പറയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ പൂക്കളമിട്ട് കഴിയാറായിട്ടുണ്ട്. ഇതിപ്പോൾ ഇവർ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2-3 മണിക്കൂറെങ്കിലും മുന്നേ തുടങ്ങിയിട്ടുണ്ടാവും. ശരിക്കും ഒരു 5 മണിക്ക് അല്ലെങ്കിൽ 4 മണിക്കൊക്കെ ഇവർ എനിക്ക് തോന്നുന്നു ഈ പണി തുടങ്ങിയിട്ടുണ്ടാവും. അല്ലാതെ ഇത്രയും വലിയ പൂക്കളമൊന്നും ഇതേപോലെ ഈ സമയത്ത് ഒരു 7:30 സമയത്തൊന്നും ഇത്രയും ആകില്ല. അപ്പം അതുകൊണ്ട് ഇവർ ഒരുപാട് ബുദ്ധിമുട്ടി. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇവിടെ സഹായിക്കുന്നുണ്ട് ഈ പൂക്കളം ഇടാനായിട്ട്. എല്ലാവരും കൂടിയാണ് പൂക്കളം ഇടുന്നത്. അതിനകത്ത് നേതൃത്വം വഹിക്കുന്ന ഒരാളുണ്ട് ഇവിടെ. അപ്പോൾ ആ ചേട്ടനാണിത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഫിനിഷിങ് വർക്കിലാണെന്ന് തോന്നുന്നു പുള്ളി. അപ്പോൾ ആ ഒരു ഫിനിഷിങ് വർക്കിൽ പുള്ളി കയറിയിട്ട് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും മനോഹരമായിട്ട് ഇത് കണ്ട എത്ര മനോഹരം നോക്കിയേ. അപ്പോൾ ആ മനോഹരമായിട്ട് ഇത്രയും പൂക്കളൊക്കെ കൊണ്ട് ഇതേപോലെ ഒരു കളമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക ഒരു കഴിവ് തന്നെയാണ്. തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ തെക്കേ നടയിലാണ് ഈ പൂക്കളം ഇടുന്നത്. ഇതെല്ലാ വർഷവും ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിട്ട് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇത് കാണാൻ വരുന്നത്. ഇത്രയ്ക്ക് ആളുകൾ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ ഇത് ഈ സമയത്തൊക്കെ. പക്ഷേ ഇവിടെ പ്രതീക്ഷിക്കാത്ത അത്രയും ജനക്കൂട്ടം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉണ്ട്. അത്രയ്ക്ക് ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞ ആളുകൾക്ക് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ. അപ്പോൾ നമ്മളുടെ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ഈ അത്തപ്പൂക്കളം അത് അത്ര മനോഹരം തന്നെയാണ്. ഇപ്പം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ വർക്കൊക്കെ. എന്താ എത്ര മനോഹരം നോക്കിയാൽ സൂപ്പറല്ലേ. അപ്പോൾ തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ വരണമെന്നെങ്കിൽ നിങ്ങൾ ഈ പൂക്കളം ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ. ഒരു 2-3 ദിവസമൊക്കെ എന്തായാലും ഈ പൂവ് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും. മഴ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് കുത്തിയൊലിച്ച് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വെയിലും നല്ല വെയിലുണ്ടെങ്കിൽ വാടിയും പോവും. അപ്പോൾ അതിക്ക് മുന്നായിട്ട് ഈ വഴിയൊക്കെ പോരുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കാണുന്നത് നന്നായി.